ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയുടെ വീക്ക്ലി കറണ്ട് അഫയർ സെക്ഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യ ദിവസം നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടുവാൻ 2024 ജാനുവരിയിൽ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലെന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടുവാൻ 2024 കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലാണ്. അപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായിട്ട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തുളസി വനം നിർമ്മിക്കപ്പെട്ട വനം ഡിവിഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തുളസി വനം നിർമ്മിക്കപ്പെട്ട വനം ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോന്നിയാണ്. കേരളത്തില് ആദ്യമായിട്ടാണ് പലയിനം തുളസികളുടെ ഒരു വനം തന്നെ നിർമ്മിക്കുന്നത്, തുളസി ചെടികളുടെ വനം തന്നെ നിർമ്മിക്കുന്നത്. അത് ഏത് ഡിവിഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കോന്നി ഡിവിഷനിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷനായിട്ട് വന്നത് ഏത് തന്നെയാണ്? കോന്നിയാണ്. 1888 കോന്നി വനം ഡിവിഷൻ വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് റാന്നിയാണ്. ഏറ്റവും വലിയ വനം ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? അത് റാന്നിയാണ്. ആദ്യം വന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കോന്നിയാണ്. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തുളസി വനം നിർമ്മിക്കപ്പെട്ട വനം ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കോന്നിയാണ്. വനം വകുപ്പ് മന്ത്രി നമുക്കറിയാം AK ശശീന്ദ്രനാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇനി വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹഹസ്തം. ഈ സ്നേഹഹസ്തം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രനാണ്. ഇതെവിടെയാണ് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹഹസ്തം പദ്ധതി. ഇനി ഫ്രാൻസിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു പുരസ്കാരമാണ് ഒരു മലയാളിക്ക്. ഫ്രാൻസിന്റെ ഷെവലിയർ എന്നറിയപ്പെടുന്ന നൈറ്റ് ഇൻ ദി നാഷണൽ ഓർഡർ ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്നാണ്? അല്ലെ, 23 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അവർക്ക് ഫ്രാൻസിന്റെ ഷെവലിയർ എന്നറിയപ്പെടുന്ന നൈറ്റ് ഇൻ ദി നാഷണൽ ഓർഡർ ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. വ്യക്തിയുടെ പേര് ഓർക്കുക, പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ്. വ്യക്തി ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ്. ഇനി മറ്റൊരു പുരസ്കാരമാണ് 2024 ജാനുവരിയിൽ മെഡിക്കൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. 2024 ജാനുവരിയിൽ മെഡിക്കൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ലഭിച്ച മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു ആണ്. അദ്ദേഹത്തിനാണ് ഓസ്ട്രേലിയൻ രാജ്യം നൽകുന്ന മെഡിക്കൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന മലയാളിയുടെ പേര് ഓർക്കുക, ഡോക്ടർ കുരുവിള മാത്യു ആണ്. ഇനി ഒരു മ്യൂസിക് ബാൻഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കലാമണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച ആദ്യ മ്യൂസിക് ബാൻഡ് ഏതെന്നാണ്? കേരള കലാമണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യ മ്യൂസിക് ബാൻഡ് അറിയപ്പെടുന്നത് അരകവ്യൂഹം എന്ന പേരിലാണ്. ആ ബാൻഡിന്റെ പേരെന്താണ്? അരകവ്യൂഹം എന്ന പേരിലാണ്. ആദ്യമായിട്ടാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും ഒരു മ്യൂസിക് ബാൻഡ് ആരംഭിക്കുന്നത്. ആ ബാൻഡിന്റെ പേര് അരകവ്യൂഹം എന്ന പേരിലാണ്. ഇനി ഇവിടെ ഒരു കാര്യം ഓർക്കുക, കേരള കലാമണ്ഡലത്തിൽ ആദ്യമായിട്ട് കഥകളി അഭ്യസിക്കുന്ന വനിത ചോദിക്കുകയാണെങ്കിൽ സാബ്രിയാണ്. മുസ്ലിം വനിതയാണ് സാബ്രി. അപ്പോൾ കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസിക്കുന്ന മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സാബ്രിയാണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ കഥകളി ഗ്രാമം വന്നിരുന്നു. കേരളത്തിലെ ആദ്യ കഥകളി ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അയിരൂറാണ്. അല്ലെ, പത്തനംതിട്ട ജില്ലയിലെ അയിരൂരാണ് കേരളത്തിലെ ആദ്യ കഥകളി ഗ്രാമം എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂരാണ്. കേരള കലാമണ്ഡലത്തിലെ നിലവിലെ ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മല്ലിക സാരാഭായ്. നിലവിലെ ചാൻസലർ ആരാണ്?
മല്ലിക സാരാഭായി. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ കലാമണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച ആദ്യ മ്യൂസിക് ബാൻഡ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? അരകവ്യൂഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് FEE ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് FEE ഫൗണ്ടേഷൻ ഏതാണ്? ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കടൽ തീരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കാപ്പാട് ബീച്ചിനാണ് അല്ലെ? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിനാണ് ഇത് ലഭിച്ചിരിക്കുന്ന. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിനാണ് അല്ലെ? നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, വാസ്കോഡ് ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയത് കാപ്പാട് ബീച്ചിലാണ് അല്ലെ? കാപ്പാടാണ് വാസ്കോഡ് ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയത്. ഇനി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കിട്ടിയ മറ്റൊരു പുരസ്കാരമാണ് രാജ്യത്ത് മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്യോസിഫൈ അതായത് ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ വിമാനത്താവളം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. രാജ്യത്ത് മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്യോസിഫൈ ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ വിമാനത്താവളം ചോദിച്ചാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? അപ്പൊ തെരുവിൽ കിടന്ന് അലയുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഉദയം എന്ന പേരിലാണ്. പദ്ധതി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഉദയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉദയം പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കോഴിക്കോട് ജില്ലയാണ്. എന്താണ്? തെരുവോരങ്ങളിൽ താമസിക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഉദയം പദ്ധതി. ഇനി പുതുതായി കണ്ടെത്തിയ ഒരിനം ഓന്താണ്. 2024 ജാനുവരിയിൽ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് ഏത് പേരിലെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 2024 ജാനുവരിയിൽ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് എന്ന പേരിലാണ്. അപ്പോൾ വടക്കൻ കങ്കാരു ഓന്തിനെ ഇടുക്കി ജില്ലയിലെ കുളമാവിൽ നിന്നും എന്ത് ചെയ്യാണ്? പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്ത്യയുടെ റേറ്റിംഗ് ആണ്, കേരളത്തിന്റെ റേറ്റിംഗ് ആണ്. 2022-2023 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2022-2023 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 6.6% കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. അപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ചോദിക്കുകയാണെങ്കിൽ എത്ര ശതമാനമാണ്? 6.6% കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. ഇനി 2024 100ാം വാർഷികം ആചരിക്കുന്ന മലയാള പത്രം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 1924 ഇറങ്ങുന്ന അല്ലെങ്കിൽ 24 സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് 2024 100ാം വാർഷികമാണ്. അപ്പൊ 24 പ്രധാന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? 1924 പ്രധാന കാര്യങ്ങളെല്ലാം ഓർക്കുക. സോ അതിനെല്ലാം നമുക്ക് 2024 എത്രാമതാണ്? 100ാം വാർഷികമാണ്. അപ്പോൾ 2024 100ാം വാർഷികം ആചരിക്കുന്ന പത്രം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് അൽ അമീൻ ആണ് അല്ലെ? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ് സ്ഥാപിച്ച അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിനാണ് ഏത് 2024 നമ്മൾ 100ാം വാർഷികം ആചരിക്കുന്നത്. അടുത്ത് നോക്കിയോളൂ, പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ജാനുവരി 28 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതെന്നാണ് അല്ലെ? അപ്പൊ 2024 ജാനുവരി മാസം 28 1950 ജാനുവരി മാസം 28-ാം തീയതിയാണ് സുപ്രീം കോടതി വരുന്നത്. സോ അപ്പോ 2024 ജാനുവരി 28 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സുപ്രീം കോടതിയാണ് അല്ലെ? സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ്സൈറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ സുപ്രീം കോടതിയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ്സൈറ്റ്, 2 വെബ്സൈറ്റ്, ഒന്ന് ഡിജിറ്റൽ സുപ്രീം കോർട്ട് റിപ്പോർട്ട്സ് എന്ന പേരിലും മറ്റൊന്ന് ഡിജിറ്റൽ കോർട്ട് 2.0 എന്ന പേരിലുമാണ്. അപ്പോൾ ഡിജിറ്റൽ സുപ്രീം കോർട്ട് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോർട്ട് 2.0 എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ജഡ്ജി പറയുന്ന പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സാധാരണ എല്ലാ ജനങ്ങൾക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഈ പറയുന്ന 2 വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുന്നത്, രൂപീകരിച്ചത്. അപ്പോൾ സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ്സൈറ്റ് ആണ് ഡിജിറ്റൽ സുപ്രീം കോർട്ട് റിപ്പോർട്ട്സും മറ്റൊന്ന് ഡിജിറ്റൽ കോർട്ട് 2.0 എന്ന് പറയുന്നത്, അല്ലേ? അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം, കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ വാഇൽ അൽ ദഹ്ദൂദ് ആണ്. വാഇൽ അൽ ദഹ്ദൂദ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് 2024 കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സണൽ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമത്തിലെ ഗാസയിൽ ചീഫായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. കേരള മീഡിയ അക്കാദമിയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. ഇനി അടുത്തൊരു പ്രധാന ക്വസ്റ്റ്യൻ, 2024 ജാനുവരിയിൽ 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് അംഗമായവരാരൊക്കെയെന്നാണ്. നമുക്കറിയാം, നിലവിൽ അരവിന്ദ് പനഗിരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അരവിന്ദ് പനഗിരിയാണ്. അപ്പോൾ ഈ അരവിന്ദ് പനഗിരിയെ നിയമിച്ചു രാഷ്ട്രപതി. ശേഷം ധനകാര്യ കമ്മീഷനിലേക്ക് അംഗമായവർ ആരൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്ന് ആനി ജോർജ് മാത്യു, ഒരു വ്യക്തി ആനി ജോർജ് മാത്യു ആണ്. മറ്റൊന്ന് അജയ് നാരായണൻ ഷായാണ്, അജയ് നാരായണൻ ഷാ. മറ്റൊരു വ്യക്തി നിരഞ്ജൻ രാജ്യാധ്യക്ഷയാണ്, നിരഞ്ജൻ രാജ്യാധ്യക്ഷ. മറ്റൊന്ന് സൗമ്യ കാന്തി ഘോഷാണ്. അപ്പൊ സൗമ്യ കാന്തി ഘോഷ്, നിരഞ്ജൻ രാജ്യാധ്യക്ഷ, അജയ് നാരായണൻ ഷാ, ആനി ജോർജ് മാത്യു. ഇതിൽ ആനി ജോർജ് മാത്യു മലയാളിയാണ്. ഓർക്കുക, അവരൊരു മലയാളിയാണ്. അപ്പോൾ 2024 ജാനുവരിയിൽ 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് അംഗമായ മലയാളിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. ഈ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അടുത്ത ദിവസം നോക്കാം. 2024 ജാനുവരിയിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഇടം നേടിയ പുതിയ സൈറ്റുകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ 2024 ജാനുവരിയിൽ ഇന്ത്യയിൽ റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഇടം നേടിയ പുതിയ സൈറ്റുകൾ ഏതൊക്കെയെന്നാണ്. ഇതോടുകൂടി ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 80 ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 80 ആണ്, അല്ലെ? 1971 റാംസാർ ഉടമ്പടി വരുന്നത്. 1971 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് റാംസാർ ഉടമ്പടി വരുന്നത്. സോ അത് നിലവിൽ വരുന്നത് 1975 റാംസർ നിലവിൽ വരുന്നത്. നമ്മൾ ഇന്ത്യ ഒപ്പുവെക്കുന്നത് 1982 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഇന്ത്യ ഒപ്പുവെക്കുന്നത്. ആ ഫെബ്രുവരി 71 ഫെബ്രുവരി 2 നമ്മൾ തണ്ണീർത്തട ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നോക്കാം. അപ്പോൾ 2024 ജാനുവരിയിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഇടം നേടിയ പുതിയ സൈറ്റുകൾ ഏതൊക്കെയെന്നാണ്. ഒന്ന്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം. അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം. അഘനാശിനി അഴിമുഖം. മറ്റൊന്ന് മഗഡി കേരെ കൺസർവേഷൻ റിസർവ്. കരൈവെട്ടി പക്ഷി സങ്കേതം. ലാംഗുഡ് ഷോല റിസർവ് ഫോറസ്റ്റ്. ഇതിൽ കരൈവെട്ടി പക്ഷി സങ്കേതവും ലാംഗുഡ് ഷോല റിസർവ് ഫോറസ്റ്റും തമിഴ്നാട്ടിലെയാണ്. ബാക്കി 3 അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രവും അനഘനാശിനി അഴിമുഖവും മഗഡികേരി കൺസർവേഷൻ റിസർവും ഇത് കർണാടകയിലാണ്. അപ്പൊ ഇതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതായി? തമിഴ്നാടായി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം എത്രയാണ്? റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടിന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 റാംസർ സൈറ്റുകളായി.
16 തമിഴ്നാടിനായി. ഇന്ത്യയിൽ മൊത്തം എത്രയാണ്? 80 എണ്ണമാണ്. ഇന്ത്യയിൽ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യയിൽ 80 ആണ്. ഓക്കെ. അപ്പോൾ 2024 ജാനുവരിയിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഇടം നേടിയ പുതിയ റാംസർ സൈറ്റുകളുടെ എണ്ണം മൊത്തം എത്രയാണ്? 5 എണ്ണം കയറിയിരിക്കുകയാണ്. അതിൽ 3 എണ്ണം കർണാടക, 2 എണ്ണം തമിഴ്നാട്. അടുത്ത ദിവസം നോക്കിക്കോളൂ. ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആയി തിരഞ്ഞെടുത്ത വ്യക്തി ആരെന്നാണ്? സ്ഥാനകയറ്റം കിട്ടി ഒരു വ്യക്തിക്ക് അല്ലെ. അപ്പൊ ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വനിതാ സുബേദാറായി തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പ്രീതി രജക ആണ് അല്ലെ. ഷൂട്ടർ കൂടിയാണ് പ്രീതി രജക. അവരാണ് ഇന്ത്യൻ ആർമിയിലെ ആദ്യ വനിതാ സുബേദാറായി തിരഞ്ഞെടുത്ത വ്യക്തി. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ, 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതെന്നാണ്? അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒഡീഷയാണ് നേടിയത് അല്ലെ. ഒഡീഷയാണ്. ഒഡീഷയുടെ ടാബ്ലോ ഏതാണ്? വികസിത് ഭാരത് എന്നാണ് അവരുടെ തീമായിരുന്നത്. ഭാരത്. അപ്പോൾ ഒഡീഷയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി പീപ്പിൾ ചോയ്സിൽ 1ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. പീപ്പിൾ ചോയ്സിൽ 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ പീപ്പിൾ ചോയ്സിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? ഗുജറാത്താണ്. എന്നാൽ 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? അത് ഒഡീഷയാണ്. അവരുടെ തീം വികസിത് ഭാരത് എന്നാണ് അവരുടെ തീം ആയിരിക്കുന്നത്. ഏതാണ്? വികസിത് ഭാരതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായിട്ട് പഞ്ചാബ് സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായിട്ട് പഞ്ചാബ് സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് സഡക് സുരക്ഷാ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സഡക് സുരക്ഷാ ഫോഴ്സ് എന്ന് പറയുന്നത് പഞ്ചാബിലെ ജലന്ധറിലാണ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചാബിലെ ജലന്ധറിലാണ് സഡക് സുരക്ഷാ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത്. ഭഗവന്ത് മാനാണ് നിലവിൽ പഞ്ചാബിലെ മുഖ്യമന്ത്രി. ആരാണ്? ഭഗവന്ത് മാനാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായിട്ട് പഞ്ചാബ് സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സഡക് സുരക്ഷാ ഫോഴ്സ് ആണ്. ഇനി അടുത്തൊരു പ്രധാന ക്വസ്റ്റ്യൻ, 2024 ഹിമപ്പുലി സെൻസസ് അല്ലെ 2024 ഹിമപ്പുലി സെൻസസ് പ്രകാരം കൂടുതൽ ഹിമപ്പുലികൾ കാണുന്ന പ്രദേശം എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശികമായിട്ട് എന്ത് ചെയ്യാണ്? ഇന്ത്യ ഹിമപ്പുലി സെൻസസ് എടുത്തിരിക്കുകയാണ്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ കാണുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കിലാണ്. ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ കാണുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പൊ 2024 ഹിമപ്പുലി സെൻസസ് പ്രകാരം കൂടുതൽ ഹിമപ്പുലികൾ കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലഡാക്കിലാണ് കൂടുതലുമായി കാണപ്പെടുന്നത്. ഇനി ഒരു പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരെന്നാണ്? പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ 2024 ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരെന്നാണ്? 2024 ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ അജിത് മിശ്രയാണ്. ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? അജിത് മിശ്രയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു നിയമനമാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായുടെ ചെയർമാനായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? ട്രായുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അനിൽകുമാർ ലഹോട്ടിയാണ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, അനിൽകുമാർ ലഹോട്ടി മുൻപ് ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാൻ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ട്രായുടെ എന്തായി? ചെയർമാനായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. ട്രായ് രൂപീകരിക്കുന്നത് 1997 ട്രായ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ് ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തി. അടുത്തൊരു ക്വസ്റ്റ്യൻ, 2024 ജാനുവരിയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗമാരെന്നാണ് ക്വസ്റ്റ്യൻ. ഒരുപക്ഷെ ഇന്ത്യയുടെ പുതിയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നോക്കിക്കോളൂ, 2024 ജാനുവരിയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗം ചോദിക്കുകയാണെങ്കിൽ സത്നാം സിംഗ് സദ്ധു ആണ്.
സഗ്നാം സിംഗ് സന്ധു ഏതാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ മേഖല. ഏതാണ്? വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ മേഖല, വിദ്യാഭ്യാസമാണ്. ഇനി നോക്കിക്കോളൂ, 37ാമത് സൂരജ് കുണ്ട് മേള ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് അല്ലെ. സൂരജ് കുണ്ട് മേള നടക്കുന്ന സംസ്ഥാനം PS ചോദിച്ചിട്ടുണ്ട്. ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 37ാമത് സൂരജ് കുണ്ട് മേള ഉദ്ഘാടനം ചെയ്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ്. ഹരിയാനയിലെ ഫരീദാബാദിലാണ് എന്ത് നടക്കുന്നത്? സൂരജ് കുണ്ട് മേള നടക്കുന്നത്. അപ്പോൾ 37ാമത് 2024 37ാമത് സൂരജ് കുണ്ട് മേള ഉദ്ഘാടനം ചെയ്ത വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായി 6 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനകാര്യമന്ത്രി ആരെന്നാണ്? തുടർച്ചയായി 6 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനകാര്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമനാണ് അല്ലെ. നിർമ്മല സീതാരാമൻ 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടുകൂടി 6ാമത്തെ തവണയും എന്ത് ചെയ്യാണ്? കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വനിതയായിട്ട് മാറിയാണ്. ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത അത് ഇന്ദിര ഗാന്ധിയാണ് ആദ്യ വനിത. രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി അത് മൊറാർജി ദേശായി ആണ്. കൂടുതൽ തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായാണ്. കൂടുതൽ തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി. എത്ര തവണ? 10 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ച വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ച വനിത ആരാണ്? അത് നിർമ്മല സീതാരാമൻ. 6 തവണ അവതരിപ്പിച്ചു അല്ലെ. ഏറ്റവും കുറഞ്ഞ ദൈർഘ്യം കൂടിയാണ്. 56 മിനിറ്റിനാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെ. 56 മിനിറ്റാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കർഷകർക്കും പിന്നെ ദരിദ്രർക്കും യുവജനങ്ങൾക്കും സ്ത്രീ ജനങ്ങൾക്കുമായിരുന്നു നമ്മുടെ ഈ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ബഡ്ജറ്റിനെ പറ്റി മാത്രമായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇപ്പം നോക്കുക. തുടർച്ചയായി 6 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനകാര്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. ഫസ്റ്റ് നേഷൻ കോൺഫറൻസ് ഓൺ പ്രൊമോഷൻ ഓഫ് സീവീഡ് കൾട്ടിവേഷൻ 2024 വേദി ഇവിടെ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് നേഷൻ കോൺഫറൻസ് ഓൺ പ്രൊമോഷൻ ഓഫ് സീവീഡ് കൾട്ടിവേഷൻ 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ കോട്രേശ്വർ ആണ്. കോട്രേശ്വർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ കച്ചിലെ പ്രദേശമാണ് കോട്രേശ്വർ. അവിടെയാണ് ഫസ്റ്റ് നേഷൻ കോൺഫറൻസ് ഓൺ പ്രൊമോഷൻ ഓഫ് സീവീഡ് കൾട്ടിവേഷൻ 2024 നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ, 2024 ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? 2024 ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നിതീഷ് കുമാർ ആണ് അല്ലെ. നിതീഷ് കുമാർ 9ാമത്തെ തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ചുമതലയേക്കുന്നത്. അപ്പോൾ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നിതീഷ് കുമാർ ആണ്. ഇനി മറ്റൊരു മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരെന്നാണ് അല്ലെ. ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ശേഷം ചമ്പൈ സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പൊ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു 2024 ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചമ്പൈ സോറനാണ്. ആര് രാജിവെച്ചു? ഹേമന്ത് സോറനാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതിയെ തുടർന്ന് രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹേമന്ത് സോറൻ. അപ്പൊ ഹേമന്ത് സോറൻ രാജിവെച്ചു. തിരിച്ചാര് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു? അത് ചമ്പൈ സോറനാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ട് വന്ന ആരാണ്? ചമ്പൈ സോറനാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. 2024 തമിഴ് നടൻ വിജയ് രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്നാണ്? തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാവുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 തമിഴ് നടൻ വിജയ് രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തമിഴക വെട്രി കഴകം എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. തമിഴക വെട്രി കഴകം എന്ന പേരിലാണ്. ആര് സ്ഥാപിച്ചു? സിനിമാ നടൻ വിജയ് സ്ഥാപിച്ചതാണ്. ഇനി അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ, 2024 ISROയും ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും കാലാവസ്ഥാ സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ
അപ്പോൾ 2024 ISROയും ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും കാലാവസ്ഥാ സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്നാണ്. അപ്പൊ നമ്മളൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം തയ്യാറാക്കുകയാണ്. ഇൻസാറ്റ് 3DS എന്നാണ് അതിന്റെ പേര്. അപ്പൊ ISROയും മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും ചേർന്ന് നമ്മളൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം തയ്യാറാക്കിയാണ്. അതിന്റെ പേരാണ് ഇൻസാറ്റ് 3DS എന്നാണ് അതിന്റെ പേര്. ഇൻസാറ്റ് 3DS ആണ്. ഇതിന്റെ വിക്ഷേപണ വാഹനം GSLV F40 എന്ന് പറയുന്നതാണ് ഇതിന്റെ വിക്ഷേപണ വാഹനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 2024 ജാനുവരിയിൽ മെഹ്ദ, കെയ്ഹാൻ 2, ഫാത്തിഫ് 1 എന്നീ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. 2024 ജാനുവരിയിൽ മെഹ്ദ, കെയ്ഹാൻ 2, ഫാത്തിഫ് 1 എന്നീ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ഇറാനാണ്. ഇറാനാണ് ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുന്ന രാജ്യം. ഏതാണ്? ഇറാനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കരസേനയും നാവികസേനയും സംയുക്തമായി നടത്തിയ ഡെവിൾ സ്ട്രൈക്ക് എക്സസൈസ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഡെവിൾ സ്ട്രൈക്ക് എക്സസൈസ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യൻ കരസേനയും നാവികസേനയും സംയുക്തമായിട്ട് നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക് എക്സസൈസ്. അത് 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. വേദി എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഇനി നാം നോക്കിക്കോളൂ. മറ്റൊരു ഇൻഡെക്സ് ആണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അല്ലേ. 2023 ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതെന്നാണ്. അപ്പൊ ഇൻഡെക്സിൽ 2023 ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡെൻമാർക്ക് ആണ്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനം വരുന്നത് ഫിൻലാൻഡിലാണ്. രണ്ടാം സ്ഥാനം ഏത് രാജ്യമാണ്? ഫിൻലാൻഡിനാണ് രണ്ടാം സ്ഥാനം. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 93-ാം സ്ഥാനമാണ്. ഈ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 93-ാം സ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 93 ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൊമാലിയ. ഏറ്റവും അവസാന രാജ്യം സൊമാലിയയാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ 2023 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? അത് ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93-ാം സ്ഥാനമാണ്. ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്റെ തലച്ചോർ ഉപയോഗിച്ച് യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയായ ന്യൂറാലിങ്ക് മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞൊരു പദ്ധതി, ഈ ഒരു ചിപ്പ് മനുഷ്യന്റെ തലച്ചോറിൽ ഘടിപ്പിച്ചതിന് ശേഷം കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് ഇതിനെ സാങ്കേതിക വിദ്യയുമായിട്ട് കണക്ട് ചെയ്ത് ഇതെന്ത് ചെയ്യാണ്? അവരെ നിയന്ത്രിക്കാൻ ഇനി പോവുകയാണ്. ആ പദ്ധതിയാണ് ന്യൂറാലിങ്ക്. ഇത് എന്നാണ് വിജയകരമായി പരീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ 2024 ജാനുവരി മാസം 30-ാം തീയതിയാണ് അല്ലെ. ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് എലോൺ മസ്കിന്റെ കമ്പനിയാണ്. ഈ ആശയം കൊണ്ടുവന്നത് എലോൺ മസ്ക് ആണ് ഈ ആശയം കൊണ്ടുവന്നത്. അങ്ങനെ ഈ കമ്പനി സ്ഥാപിക്കുന്നത്, ന്യൂറാലിങ്ക് കമ്പനി വരുന്നത് 2016 ആസ്ഥാനം അമേരിക്കയിലാണ്. അപ്പൊ എലോൺ മസ്കിന്റെ ഒരു ആശയമായിരുന്നു ഇത്. അങ്ങനെ അവര് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്ന ഇത് വിജയമായി പരീക്ഷിച്ചിരിക്കുകയാണ്. 2024 ജാനുവരി മാസം 30-ാം തീയതിയാണ്. അപ്പൊ മനുഷ്യന്റെ തലച്ചോർ ഉപയോഗിച്ച് യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയായ ന്യൂറാലിങ്ക് മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ചത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ചത്? 2024 ജാനുവരി മാസം 30-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിജയകരമായിട്ട് ഇത് പരീക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഓൺലൈൻ ഡാറ്റാബേസ് ആയ നംബിയോ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അബുദാബിയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അബുദാബിയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം. ഇനി അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ, ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി എവിടെയാണ്? ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി ചോദിക്കുകയാണെങ്കിൽ വിയന്റൈൻ ആണ് വേദി. ലാവോസിലെ വിയന്റൈൻ ആണ് 2024 ആസിയാൻ ടൂറിസത്തിന്റെ ഫോറം ആയിട്ട് തിരഞ്ഞെടുത്തത്. എന്തായിരുന്നു 2024 ആസിയാൻ ടൂറിസം ഫോറത്തിന്റെ അവരുടെ തീം എന്ന് ചോദിച്ചാൽ
ക്വാളിറ്റി ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം സസ്റ്റെയിനിങ് ആസിയാൻ ഫ്യൂച്ചർ എന്നാണ്. ക്വാളിറ്റി ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം സസ്റ്റെയിനിങ് ആസിയാൻ ഫ്യൂച്ചർ എന്നാണ് 2024 തീം. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് ആസ്ട്രോണറ്റ് ട്രെയിനിങ് ഫെസിലിറ്റീസ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഓക്കെ, അപ്പോൾ ഏഷ്യയുടെ തന്നെ ആദ്യത്തെ ആസ്ട്രോണറ്റ് ട്രെയിനിങ് ഫെസിലിറ്റി നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് നിലവിൽ വരുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് നിലവിൽ വരുന്നത്. ഇതും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളോട് ചോദിക്കാം. ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 നടന്ന ഒരു കാര്യമാണ്. ഇവർ 2024 ഇത് പുറത്തുവിടുന്നത് ജാനുവരിയിൽ. 2023 എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ എവറസ്റ്റിന്റെ 2023 ഈ സംഭവം കഴിഞ്ഞായിരുന്നു, പക്ഷേ ഇവര് 2024 ഈ ഫാമിലീസ് പുറത്തുവിടുന്നത്. അപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കാർട്ടർ ഡാലസ്. കാർട്ടർ ഡാലസ് ആണ് സ്കോട്ട്ലാൻഡ് സ്വദേശിയായ കാർട്ടർ ഡാലസ് ആണ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് വെറും 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ 2023 എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കാർട്ടർ ഡാലസ് ആണ്. അദ്ദേഹത്തിന് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹം ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ് അദ്ദേഹം സ്കോട്ട്ലാൻഡ് സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഒരു മലയാളിയും കൂടി എഴുതിയതാണ്. ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസിന്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ഏതെന്നാണ്. അപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണർ നമുക്കറിയാം CV ആനന്ദബോസ് ആണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്? അത് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്നാണ് പേര്. അപ്പോൾ ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ചെറുകഥ എഴുതിയ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CV ആനന്ദബോസ് ആണ്. അപ്പോൾ CV ആനന്ദബോസിന്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ഏത് പേരിലാണ്? ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു വേദിയാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി എവിടെയെന്നാണ്? ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദിയായിരിക്കുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദി. ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ മറ്റൊരു എക്സസൈസ് ആണ്. ഇന്ത്യ സൗദി അറേബ്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് 2024 അറിയപ്പെടുന്നത്. ഇന്ത്യ സൗദി അറേബ്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് 2024 അറിയപ്പെടുന്നത് സാദാ ടാങ്ക്സ്ക്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു നിയമനം കൂടിയാണ്. മലേഷ്യയുടെ പുതിയ രാജാവായി സ്ഥാനമേറ്റ വ്യക്തി ആരെന്നാണ്? അപ്പോൾ മലേഷ്യയുടെ പുതിയ രാജാവായി സ്ഥാനമേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഇബ്രാഹിം ഇസ്കാന്ദർ സുൽത്താൻ ആണ്. അപ്പോൾ ഇബ്രാഹിം ഇസ്കാന്ദർ സുൽത്താൻ ഏത് രാജ്യത്തിന്റെ രാജാവായി ചുമതലയേറ്റ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? മലേഷ്യയുടേതാണ് അദ്ദേഹം ചുമതലയേറ്റത്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങളാണ്. അതിലൊന്ന് നാഷണൽ ന്യൂസ് പേപ്പർ ഡേ അല്ലെ. എന്നാണ് നാഷണൽ ന്യൂസ് പേപ്പർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജാനുവരി മാസം 29 തീയതിയാണ് അല്ലെ. ഇതിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഇറങ്ങുന്നത് 1780 ജാനുവരി മാസം 29 തീയതിയാണ് അല്ലെ. ആ ജാനുവരി മാസം 29 തീയതി നമ്മൾ ദേശീയ ന്യൂസ് പേപ്പർ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇനി PSC കൂടുതൽ തവണ ചോദിച്ചതാണ് രക്തസാക്ഷി ദിനം അല്ലെ. മഹാത്മാഗാന്ധിജി മരിച്ച 1948 ജാനുവരി മാസം 30 തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി എന്നാണ് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഡേയ്സ് ഇല്ല. കാരണം ജാനുവരി അവസാന ഞായർ ഈ വർഷം 2024 ജാനുവരി മാസം അവസാന ഞായർ വന്നത് ജാനുവരി മാസം 28 തീയതിയാണ്. ആ ജാനുവരി മാസം അവസാന ഞായറാണ് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ലോക കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നു. പക്ഷേ ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തിന് നമുക്കൊരു ഡേയ്സ് ഉണ്ട്. അത് ജാനുവരി 30 ആണ്. അപ്പോൾ ജാനുവരി 30 നമ്മൾ എന്ത് ദിനം? ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ടും ജാനുവരിയിലെ അവസാന ഞായർ നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? അത് ലോക കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്തൊരു പ്രധാന ദിനമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം അല്ലെ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 1 തീയതിയാണ് നമ്മൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായിട്ട് ആചരിക്കുന്നു.
1977 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 1 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നു ചോദിച്ചാൽ എന്താണ്? ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. നമ്മൾ കുറച്ചു മുമ്പേ ചർച്ച ചെയ്ത ഒരു ദിനം കൂടിയാണ് ലോക തണ്ണീർത്തട ദിനം, അല്ലേ? 1971 ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ റാംസർ സൈറ്റിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞായിരുന്നു. ആ ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? വെറ്റ്ലാൻഡ് ഡേ അല്ലെങ്കിൽ തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഓക്കെ, എന്താണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ് ഇപ്രാവശ്യത്തെ പ്രമേയം. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രമേയം. വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നായിരുന്നു 2003 പ്രമേയം. ഇത് 2024 പ്രമേയമാണ്. 2023 പ്രമേയമായിരുന്നു വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ലോക തണ്ണീർത്തട ദിനമെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ ഒരു പ്രധാന വിയോഗമാണ്. 2024 ജാനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നാണ്, അല്ലേ? ഒരു മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനി കെ ഉണ്ണീരി എന്ന് പറയുന്ന വ്യക്തി, കോഴിക്കോട് സ്വദേശിയായ കെ ഉണ്ണീരി എന്ന് പറയുന്ന വ്യക്തി 2024 ജാനുവരിയിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു മലയാളിയും കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ 2024 ജാനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കെ ഉണ്ണീരി എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന കായികങ്ങളാണ്. അതിലൊന്ന്, 2024 ജാനുവരിയിൽ ICC ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ജാനുവരിയിൽ ICC ശ്രീലങ്കയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സോ അതെന്ത് ചെയ്യാണ്? ജാനുവരിയിൽ പിൻവലിക്കുകയാണ്. അപ്പോൾ 2024 ജാനുവരിയിൽ ICC ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശ്രീലങ്കയാണ്. ഇനി ഒരു നിയമനമാണ്. ACC ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്. ഇദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായിട്ട് നിയമിതനാവുകയാണ്. ആരാണ്? പേര് ജയ്ഷയാണ്. അദ്ദേഹം ആരാണ്? ജയ്ഷയാണ്. അപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് വീണ്ടും ചുമതലയേറ്റ വ്യക്തി എന്ന് നമ്മളോട് ചോദിക്കാം. അത് ജയ്ഷയാണ് നിയമിച്ചത്. ആരെയാണ്? ജയ്ഷയാണ് നിയമിച്ചിരിക്കുന്നത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ 1983 വരുന്നത്. ആസ്ഥാനം ശ്രീലങ്കയിലാണ് ആസ്ഥാനം. ഇനി ഒരു ജേതാക്കളാണ്. 2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളാണ്. കലിംഗ സൂപ്പർ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുമായി? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളാണ് ജേതാക്കൾ. വേദി ഒഡീഷ തന്നെയാണ്. ഒഡീഷയാണ് വേദി. അപ്പോൾ 2024 സൂപ്പർ കപ്പ്, കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഈസ്റ്റ് ബംഗാളാണ്. അടുത്ത് മറ്റൊരു ഭാഗ്യചിഹ്നം വന്നിരിക്കുകയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഷീൻ ഇ ഷി എന്ന് പറയുന്ന ഒരു ഹിമപ്പുലിയാണ്. ഷീൻ ഇ ഷി എന്ന് പറയുന്ന ഒരു ഹിമപ്പുലിയാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് വേദി ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലും ലഡാക്കിലുമാണ് ഈ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി. ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുന്നു. ഫെബ്രുവരി 2 മുതൽ 25 വരെയാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമ്മു കാശ്മീർ ലഡാക്കാണ്. എന്താണ് ഭാഗ്യചിഹ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷീൻ ഇ ഷി എന്ന് പറയുന്ന ഒരു ഹിമപ്പുലിയാണ് ഭാഗ്യചിഹ്നം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വിജയി ആരെന്നാണ്. അപ്പോൾ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വിജയി ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയാണ്. വിജയ് 1-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. വേദി തമിഴ്നാടാണ്. നമ്മളത് പഠിച്ചതാണ്. വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. 2-ാം സ്ഥാനമായിരിക്കുന്ന സ്റ്റേറ്റും തമിഴ്നാട് തന്നെയാണ്. അപ്പോൾ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. 1-ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. വേദി എവിടെയാണ്? തമിഴ്നാടാണ്. വേദി തമിഴ്നാടാണ്. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ, 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ, അപ്പോൾ നമ്മൾ മുൻകാല ക്ലാസ്സിൽ പറഞ്ഞതാണ്. അടുത്ത് നമ്മൾ 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസിലാണ്. ആ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ദീപശിഖ റാലിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ.
ആ ദീപശിഖ റാലിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബൃന്ദ അല്ലെ. 2008 ബീജിംഗിൽ നടന്ന ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ വ്യക്തിഗത ഇനത്തിലും സ്വർണം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് അഭിനവ് ബൃന്ദ. അദ്ദേഹമാണ് 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ദീപശിഖ റാലിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ഷൂട്ടിംഗ് ചാമ്പ്യൻ. ഇനി പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ തുഴച്ചിൽ താരമാരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ തുഴച്ചിൽ താരം ചോദിക്കുകയാണെങ്കിൽ വിഷ്ണു ശരവണനാണ്. അപ്പോൾ വിഷ്ണു ശരവണൻ ഏതാണ് കായിക ഇനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തുഴച്ചിലാണ്. വിഷ്ണു ശരവണൻ ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാട് സ്വദേശിയാണ് വിഷ്ണു ശരവണൻ. അദ്ദേഹം 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ തുഴച്ചിൽ താരം കൂടിയാണ്. അടുത്തൊരു പ്രധാന ക്വസ്റ്റ്യൻ, സൗദി അറേബ്യയിൽ നടന്ന ഓഫ് റോഡ് മത്സരമായ ഡെക്കാർ റാലിയിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ താരമാരെന്നാണ്. ബൈക്ക് റേസിംഗ് ആണ് ഡെക്കാൻ റാലി. സോ അതിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ താരം ചോദിക്കുകയാണെങ്കിൽ ഹാരിത് നോവയാണ്. ഹാരിത് നോവ ഒരു മലയാളിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇനി FIH ഹോക്കി 5S വേൾഡ് കപ്പ് 2024 ഹോക്കി വേൾഡ് കപ്പ് FIH ഹോക്കി വേൾഡ് കപ്പ് 5S ഹോക്കി വേൾഡ് കപ്പ് 2024 നടന്നു. അതിൽ മെൻസിൽ ആരാണ്? നെതർലാൻഡ്സ് ആണ് വിജയിച്ചിരിക്കുന്നത്. മെൻസിൽ നെതർലാൻഡ്സ്. വിമൻസിലും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കി ജേതാക്കൾ ആരാണ്? അതും നെതർലാൻഡ്സ് ആണ്. മലേഷ്യയെ തോപ്പിച്ചാണ് മെൻസിൽ നെതർലാൻഡ് വിജയിച്ചെങ്കിൽ ഇന്ത്യയാണ് റണ്ണറപ്പ് ആയത്. വുമൻസിൽ ഇന്ത്യയോടാണ് നെതർലാൻഡ്സ് ജയിച്ചിരിക്കുന്നത്. ഇനി ഹോക്കിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരിയിൽ ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഡിഫൻഡർ ആരെന്നാണ്. വിരമിച്ച ഒരു ഇന്ത്യൻ വനിതാ ഡിഫൻഡറാണ് ദീപ് ഗ്രേസ് ഏക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ ദീപ് ഗ്രേസ് ഏക്ക ഏതാണ് കായിക ഇനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കായിക ഇനം? ഹോക്കിയാണ്. ഹോക്കി ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ ഡിഫൻഡർ ആയിരുന്ന ഒരു വ്യക്തിയാണ് ദീപ് ഗ്രേസ് ഏക്ക. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ, ഇന്ത്യക്കായി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ താരമാരെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്കായി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ താരം ചോദിക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ ആണ്. ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ താരം. അപ്പൊ 1ാമത്തെ താരം വിനോദ് കാംബ്ലിയാണ് 1ാമത്തെ താരം. 2 സുനിൽ ഗവാസ്കർ. 3 യശസ്വി ജയ്സ്വാൾ ആണ്. ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റിൽ 201 റൺസ് യശസ്വി ജയ്സ്വാൾ അടിക്കുകയാണ്. അപ്പൊ ഇന്ത്യക്കായി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യശസ്വി ജയ്സ്വാൾ ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ നൽകിയിരിക്കുകയാണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സിൽ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അതിൽ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജാനിക് സിന്നർ ആണ്. ഇറ്റലി സ്വദേശിയായ ജാനിക് സിന്നർ ആണ് പുരുഷ സിംഗിൾസിൽ വിജയായിരിക്കുന്ന ആരാണ്? ജാനിക് സിന്നറും. വനിതാ സിംഗിൾസിൽ വിജയായിരിക്കുന്നത് അരീന സബലങ്കയാണ് അല്ലെ. ബെലാറസ് സ്വദേശിയായ അരീന സബലങ്കയാണ് വനിതാ സിംഗിൾസിൽ വിജയി. അപ്പൊ പുരുഷ സിംഗിൾസിൽ ജാനിക് സിന്നറും വനിതാ സിംഗിൾസിൽ ആരാണ്? അരീന സബലങ്കയാണ് വനിതാ സിംഗിൾസിൽ. ഇനി പുരുഷൻ ഡബിൾസ് ആണ് ഈ 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ നമുക്ക് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. പുരുഷ ഡബിൾസിൽ. കാരണം പുരുഷ ഡബിൾസിൽ വിജയായിരിക്കുന്നത് ഒന്ന് മാത്യു എബ്ഡനും മറ്റൊന്ന് രോഹൻ ബൊപ്പണ്ണയുമാണ് അല്ലെ. മാത്യു എബ്ഡനും രോഹൻ ബൊപ്പണ്ണ. നമുക്കറിയാം രോഹൻ ബൊപ്പണ്ണ ഇന്ത്യക്കാരനാണ്. കാരണം ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സിൽ പുരുഷ ഡബിൾസിൽ വിജയിക്കുകയാണ്. പോരാഞ്ഞിട്ട് ആ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും കൂടിയാണ് രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യക്കാരനായതുകൊണ്ട് എന്ത് ചെയ്യാം? ഇത് നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പൊ പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, അദ്ദേഹത്തിനോടൊപ്പം കളിച്ച വ്യക്തി മാത്യു എബ്ഡൻ ആണ്. മാത്യു എബ്ഡൻ ഏത് രാജ്യം? ഓസ്ട്രേലിയയാണ് മാത്യു എബ്ഡൻ. ഇനി വനിതാ ഡബിൾസിൽ
വനിതാ ഡബിൾസിൽ ലഭിച്ചിരിക്കുന്നത് സി സുവൈ ആണ്. സി സുവൈ. മറ്റൊന്ന് ഏലിസ് മെർട്ടൻസ് ആണ്. ഏലിസ് മെർട്ടൻസും സി സുവൈക്കുമാണ് വനിതാ ഡബിൾസിൽ കിട്ടിയിരിക്കുന്നത്. ഏലിസ് മെർട്ടൻസ് ബെൽജിയം സ്വദേശിയാണ്. ഏലിസ്. ഹീ സുവൈസ് നമുക്കറിയാം ചൈനക്കാരിയാണ് ഹീ സുവൈ. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പുരുഷ ഡബിൾസ് ആണ്. മാത്യു എബ്ഡൻ ഒപ്പം രോഹൻ ബൊപ്പണ്ണ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ 5 ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ആണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആൻസർ ചെയ്തിരുന്നു SK വസന്തനാണ്. 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 2023 കിരീടം നേടിയ സംസ്ഥാനം നമ്മൾ കേരളമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 127ാം സ്ഥാനമാണ്. ICC വുമൻസ് T20 വേൾഡ് കപ്പ് 2023 വിജയി ഓസ്ട്രേലിയയാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. 2 ആന്റി ക്ലോക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ്. ആന്റി ക്ലോക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. 3 2023 കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ഏത് പേരിലെന്നാണ്. കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി. 4 നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്നാണ്. കേന്ദ്ര വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. 5 2023 ഇന്ത്യയിൽ നടന്ന യോഗാ ദിനത്തിന്റെ മുഖ്യവേദി ഏതെന്നാണ്. ഇന്ത്യയിൽ നടന്ന യോഗാ ദിനത്തിന്റെ മുഖ്യവേദി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.